ഹായ് ഡിയർ, ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 1/4 കിലോ ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടോട്ട് തന്നെ നമ്മളൊരു 3 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അതും കൂടി ഒന്ന് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി. ഒരു സമയം എടുക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കണവയാണ്. കണവ റോസ്റ്റായിട്ടാണ് ഇന്ന് റെഡിയാക്കുന്നത്. ഇതൊരു സീസണബിളായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം നല്ല അതിൻ്റെ ഒരു സീസണാണ്. നല്ല വലിപ്പമുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അതാണെന്ന് റോസ്റ്റായിട്ട് നമ്മൾ ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിൻ്റെ കുക്കിംഗ് വീഡിയോയിലൂടെ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ ഉള്ളി ഇട്ടു, സവോള ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇത് 1 സ്പൂണുണ്ട്. ഇച്ചിരി ഡൈലൂട്ടായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. എരിവ് ആവശ്യത്തിനാകാൻ 3 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയാണ്. ഇതൊരു 2 തണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാണ്ടി കറിവേപ്പിലയല്ല, നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ നാച്ചുറലായിട്ടുള്ള കറിവേപ്പിലയാണ്. നല്ലൊരു സുഗന്ധമുണ്ട്. അപ്പോൾ കറിവേപ്പില എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതിൽ ഇതൊരു നല്ല സുഗന്ധമുള്ള ഒരു കറിവേപ്പിലയാണ്. അതാണെന്ന് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഐറ്റംസൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളിയാണ്. ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യത്തിന് നോക്കി ചേർക്കാം. ഒരു കിലോ സ്കിഡാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ തല എടുത്തിട്ടില്ല, ബാക്കി ഭാഗങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചേർക്കാം. നമ്മൾ ചീനച്ചട്ടിയിലാണ്
ഈ കണവ റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് നമ്മുടെ മുറ്റത്ത് ഉണ്ടായ മഞ്ഞൾ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്താൽ മതി. നല്ല മണവും സുഗന്ധവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ആകും. അപ്പം നമ്മുടെ മഞ്ഞൾ പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളൊരു വീഡിയോ മഞ്ഞൾ മാധവിയും എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഷോർട്സുകളിലൊക്കെ എങ്ങനെയാണിത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുകൊടുക്കുക പോയി. ഇനി നമുക്ക് ചേർക്കേണ്ട പൊടി എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ. ഇതും നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ കൊടിയിൽ നിന്ന് പറിച്ചെടുത്ത് പൊടിച്ചെടുത്താണ്. അപ്പോൾ നല്ല സ്പൈസിയാണ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന മായം ചേർന്നതല്ല, നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും ചേർത്താൽ മതി. നല്ല എരിവ് കിട്ടാൻ വേണ്ടിയാണ്, നല്ല രുചിക്കും നല്ല മണത്തിനും നമ്മൾ നാച്ചുറലായിട്ടുള്ള കുരുമുളക് പൊടിച്ചെടുക്കുക. ഇതും നമ്മുടെ ചാനലിനകത്തുള്ള വീഡിയോയ്ക്കകത്ത് കിടക്കുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ പോയി കണ്ടുകൊള്ളുക. അപ്പോൾ ബാക്കി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്ക്വിഡ് പല രീതിയിൽ പല ടേസ്റ്റിൽ വെക്കാൻ പറ്റും. നമ്മളിവിടെ വെക്കുന്നത് മീറ്റ് മസാല ആ ഒരു രുചിയിൽ കിട്ടത്തക്ക രീതിയിലാണ്, ഫിഷ് മസാല ചേർത്തല്ല. അപ്പോൾ ഇതിനകത്തേക്ക് പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മല്ലിപ്പൊടിയാണ്. പല രീതിയിൽ ആൾക്കാർ അത് റെഡിയാക്കുന്നുണ്ട്. ഈ ഫിഷ് മസാല ചേർത്തിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഫിഷിൻ്റെ രുചിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് മീറ്റ് മസാല ചേർത്തുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ടൊരു ഐറ്റം കൂടെ ഉണ്ട്, അതും കൂടി കൂട്ടുകാരെ കാണിക്കാം. അപ്പോഴേ കൂട്ടുകാർക്ക് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുക. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതും വീട്ടിൽ പൊടിച്ചെടുത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് നല്ല സ്പൈസിയാണ്. കാശ്മീരി ചില്ലി ഇടുന്നില്ല, ഞാൻ എൻ്റെ പാചകത്തിനകത്തൊന്നും കാശ്മീരി ചില്ലി ഇടുന്നില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കളറ് കിട്ടാൻ വേണ്ടി ഞാനത് ചേർക്കാറില്ല. കാരണം നമ്മൾ തന്നെയാണല്ലോ കഴിക്കുന്നത്. വ്യാവസായികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ആർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. അപ്പം നമ്മൾ തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് ഞാൻ കാശ്മീരി ചില്ലി ഇടാറില്ല. കാശ്മീരി ചില്ലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പിടിക്കത്തില്ല. എനിക്കത് കാശ്മീരി ചില്ലി കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ എരിച്ചിലുണ്ടാകും. അതുകൊണ്ട് ഞാനത് കാശ്മീരി ചില്ലി ചേർക്കാറില്ല. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് പകുതിയോളം ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ മസാലകളെല്ലാം ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള എരിവും സ്പൈസിയൊക്കെ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്വിഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ഇട്ടു. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന 1 കിലോ സ്ക്വിഡ് അല്ലെ കൂന്തൽ കണവ ചേർത്ത് കൊടുക്കാം. ഞാൻ തല എടുത്തിട്ടില്ല, ബാക്കി ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. 1 കിലോയാണത്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കണവയ്ക്ക് അധികം വേവില്ല, കുറച്ച് സമയത്ത് ഒരു 15 മിനിറ്റ് നേരത്തെ വേവേ ഉള്ളൂ. 2 തരത്തിൽ കണവ വേവിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു 4 മിനിറ്റിനുള്ളിൽ കണവ റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കൂടാണ്ട് ഒരു 15 മിനിറ്റ് നേരം നടത്തിക്കൊണ്ട് റെഡിയാക്കിയെടുക്കാം. അങ്ങനെ 2 തരത്തിൽ കണവ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ കണവയ്ക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിനകത്ത് വെള്ളം കുറവാണ്. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ട് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അടപ്പ് തുറക്കുമ്പോൾ ഉള്ള അവസ്ഥ കൂട്ടുകാരെ കാണിക്കാം. നന്നായിട്ട് മസാലകളും എല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. കപ്പ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്വിഡ് അങ്ങ് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും നമ്മുടെ വീട്ടുമുറ്റത്തെ കാന്താരിയാണ്. കാന്താരിക്ക് ഇപ്പോൾ നല്ല വിലയാണ്. ഇത് നേരത്തെ പറിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. അപ്പോൾ നല്ല ഡ്രൈ അതുകൊണ്ടാണ്, നല്ല ചിപ്സ് പോലെ. അപ്പോൾ അതാണ് ചേർക്കുന്നത്. ബാക്കി കപ്പയ്ക്കുള്ള ഐറ്റമാണ് ചെറിയുള്ളി, വെളുത്തുള്ളി, തേങ്ങ അരമുറി ചിരണ്ടിയത്, ജീരകം. ഇനി ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് പെട്ടെന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. പനിയൊക്കെ ആകാനുള്ള സീസണാണിപ്പോൾ. എല്ലാവരും വെള്ളവുമായിട്ടുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക, സേഫായിട്ടിരിക്കുക. ഇതിനിടയ്ക്ക് രോഗങ്ങളോടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അപ്പിലാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും. കപ്പ ഒറ്റത്തള വന്നാൽ മതി. ഇങ്ങനെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിളയ്ക്കുന്ന പാടെ ഓഫ് ചെയ്തിട്ട് കോരി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തള വന്നില്ല, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കും. കപ്പ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ സെറ്റാകും. അപ്പോൾ നമ്മുടെ സ്ക്വിഡ് ആയി വരുന്നു. കപ്പ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം പാകമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്ക്വിഡ് ഏകദേശം കൂന്തൽ റെഡിയായിട്ടുണ്ട്. ഇത്തിരി തിക്ക് ഗ്രേവിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം കപ്പയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ്. ഇത് വാങ്ങി ഊറ്റി വെക്കുമ്പോഴത്തേനും കറക്റ്റാണ്. നല്ല കുഴമ്പ് വരുന്നില്ല. കപ്പ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് കഴിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നമ്മളിലൂടെയൊക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് കപ്പയും കൂന്തൽക്കറിയാണ്. അപ്പോൾ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട്